നമസ്കാരം സുഹൃത്തുക്കളെ. പ്രമുഖരായിട്ടുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ അവർ ജീവിച്ചിരുന്ന സമയത്തെടുത്ത ചില രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അവരെ നിശിതമായി വിമർശിക്കുകയും അപമാനിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മോശം സംസ്കാരം കേരളത്തിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കൃത്യമായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഇനി വളർന്നു വരുന്ന താത്വിക ആചാര്യനാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പൊക്കിക്കൊണ്ട് നടക്കുന്ന എം സ്വരാജ് തന്നെയാണ് അതിന് തുടക്കമിട്ടത്. ഒരിക്കൽ അയാൾ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, അത് മറ്റാരുടെ കടമെടുത്താണ്, സ്വന്തമായിട്ട് അയാൾക്കൊരു തേങ്ങയുമില്ല. മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട പോസ്റ്റാണ്. പിന്നീട് അത് കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റെടുത്ത് ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും വികൃതമായ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടൻ സലിംകുമാർ അന്തരിച്ചപ്പോഴും അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശം നമ്മൾ കാണുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാർ സലിംകുമാർ കോൺഗ്രസ്സുകാരനാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അയാളെ വിമർശിച്ചത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹം കൂടി കാരണമായി എന്ന കാരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചത്. അതിനെതിരെ ജോയി മാത്യുവിനെ പോലുള്ള സിനിമാക്കാർ തന്നെ, അതേപോലെ തന്നെ എം എൻ കാരിശ്ശേരിയെ പോലുള്ളവരൊക്കെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കുന്നത് രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിനിടയിലൂടെ ചില തീവ്ര സുഡാപ്പികളും ഇയാളെ പള്ളു പറയുന്നുണ്ടായിരുന്നു, മരിച്ചുപോയ സലിംകുമാറിനെ. അപ്പോൾ ചിലർക്കൊക്കെ സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചീത്ത വിളിക്കുന്നത്? അവരെ പ്രകോപിപ്പിക്കാനായിട്ട് സലിംകുമാർ എന്തെങ്കിലും പറഞ്ഞിരുന്നു. അതിലൊരു കാര്യം ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ കണ്ടിരിക്കും, ഞാൻ തന്നെ അത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം നിങ്ങളിതുവരെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. 2017 സലിംകുമാർ ഒരു സിനിമ സംവിധാനം ചെയ്തു. അത് ഈ കേരളത്തിൽ റിലീസായിരുന്നു. ആ സിനിമയുടെ പേര് കറുത്ത ജൂതൻ എന്നായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. 2017 അത് തിയേറ്ററിൽ ഇറങ്ങി. പക്ഷേ വളരെ ദയനീയമായ രീതിയിൽ ആ സിനിമ പരാജയപ്പെട്ടു. അതിൻ്റെ കഥ, അതിൻ്റെ ക്ലൈമാക്സ് എന്നത് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പാവം കറുത്ത നിറമുള്ള ഒരു ജൂതനെ ഒരു കൂട്ടം ആളുകൾ അതിമൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തുന്നതായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ്. അങ്ങനൊരു സിനിമ ഇവിടെ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം കുറച്ച് കാലമേ ആയുള്ളൂ സുഡാപ്പികളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മലയാള സിനിമ ഇങ്ങനെ സിനിമയും തിയേറ്ററും മോചിതരായി വരുന്നുള്ളൂ. അതിനു മുമ്പ് അവരായിരുന്നു ഇവിടെ ഏത് സിനിമ വിജയിക്കണം, ഏത് സിനിമ ഇറങ്ങണം എന്ന് പോലും തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ സുഡാപ്പികൾ എതിർത്താൽ ആ സിനിമ സൂപ്പർ ഹിറ്റാവും, ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് കാലമേ ആയിട്ടുള്ളൂ മലയാളികൾക്ക് തിരിച്ചറിവ് കിട്ടിയിട്ട്. അന്ന് പക്ഷേ അവരുടെ നിയന്ത്രണത്തിലായി 2017. അപ്പോൾ ഒരു കറുത്ത ജൂതനെ ഒരു കൂട്ടം ആളുകൾ കേരളത്തിൽ വെച്ച് തല്ലിക്കൊല്ലുന്ന ഒരു സിനിമ ഇറക്കിയാൽ അത് ആർക്കെതിരെയായിരിക്കുമെന്ന് അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സിനിമ ഇറക്കിയ ആളാണ് സലിംകുമാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും തീവ്ര ചിന്താഗതിയുള്ള സുഡാപ്പികൾ അന്നു മുതലേ സലിംകുമാറിനെ നോട്ടമിട്ടിരിക്കും. അതൊരു കാരണം. രണ്ടാമത്, അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞ ഒരു പരിഹാസം കലർന്ന ഒരു യഥാർത്ഥ സംഭവമായിരുന്നു. അദ്ദേഹം ശ്രീലങ്കയിലായിരുന്ന സമയത്ത് അദ്ദേഹവും കുടുംബമായിട്ട് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ശ്രീലങ്കയിൽ പോയ സമയത്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈസ്റ്റർ ദിന സ്ഫോടനം മറ്റും ഉണ്ടായത്. അവിടുത്തെ രണ്ട് മൂന്ന് പള്ളികളിൽ സ്ഫോടനം ഉണ്ടായി. ഏതാണ്ട് 200-നടുത്ത് ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്ന ആ ഹോട്ടലിനടുത്തൊക്കെ ഇങ്ങനെ ബോംബ് സ്ഫോടനങ്ങളുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിന് പരിചയമുള്ള ഒരു നേഴ്സ് ഇദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പൊട്ടിത്തെറിച്ച് തന്നെയാണ് ഒരുത്തൻ ഇത്രയും ആളുകളെ കൊന്നത്. ആ പൊട്ടിത്തെറിക്കാൻ ഇറങ്ങിത്തിരിച്ച ജിഹാദിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു അവൻ്റെ ബാക്കി ശരീരഭാഗങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. പക്ഷേ അവൻ്റെ അരക്കെട്ടിൽ അവൻ അടിവസ്ത്രത്തിന് പകരം ധരിച്ചിരുന്നത് ഇരുമ്പിൻ്റെ കവചമാണ്. എന്നിട്ട് സലിംകുമാർ പറയുന്നു അത് അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറികളെയൊക്കെ അവിടെ ലഭിക്കുമല്ലോ, അപ്പോൾ അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, സുനയില്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ അന്ധവിശ്വാസമാണ് എന്ന തരത്തിലാണ് ഇദ്ദേഹം ഇതിനെ പറയുന്നത്. ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന തരത്തിലാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതും സുഡാപ്പികളെ പ്രകോപിപ്പിച്ചിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ഒന്ന്, നമ്മളാരും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സംഗതിയാണ് കറുത്ത ജൂതൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. അതിൻ്റെ ഇതിവൃത്തം ഇന്നായിരുന്നെങ്കിൽ ഉറപ്പ് ആ സിനിമ ഹിറ്റാവും. ഇങ്ങനെയാണ് അതിൻ്റെ കഥാഗതിയെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സിനിമ ഇന്ന് ഹിറ്റാവും. പ്രത്യേകിച്ചും ഇസ്രയേൽ പലസ്തീൻ സംഘർഷവും ഇറാനും ഒക്കെ ആയിട്ടുള്ള സംഘർഷമൊക്കെ നിൽക്കുകയാണ്. മാത്രമല്ല അന്നത്തെ പോലെ സുഡാപ്പികൾ വിചാരിച്ചാലൊന്നും ഒരു സിനിമയെ തകർക്കാൻ പറ്റുന്ന സമയമല്ല ഇപ്പോൾ, കാലം മാറി. അതിനാൽ ഇങ്ങനൊരു സിനിമ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിനകത്ത് വലിയ തിരക്കഥാ മേന്മയോ സംവിധാന മികവോ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ആ സിനിമ ചർച്ച ചെയ്യപ്പെടും, അത് ഒരുപക്ഷെ ലാഭമാവുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ഇവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അവർ കൂടി കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ ചേർന്നുകൊണ്ട് ആ മനുഷ്യനെ അവഹേളിച്ചത്. ഇത് പലർക്കും അറിയില്ല. ഇതിലൊരു കാര്യം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ശ്രീലങ്കൻ സംഭവം അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചാണ്, കഴിഞ്ഞ ദിവസത്തോടെ കാണിച്ചാണ്. കറുത്ത ജൂതൻ എന്ന സിനിമ ഇദ്ദേഹം സംവിധാനം ചെയ്താണെന്നും അതിൻ്റെ കഥ ഇതാണെന്നും അത് ഈ ഇവിടുത്തെ തിയേറ്ററിൽ ഇറങ്ങിയതാണെന്നും എന്നാൽ അത് പരാജയപ്പെട്ടു പോയതാണെന്നും അതിനെപ്പറ്റി മാധ്യമങ്ങൾ പോലും അധികം ചർച്ച ചെയ്തിട്ടില്ല എന്നും കൂടെ വരുമ്പോഴാണ് എത്ര കൃത്യമായിട്ടാണ് അതിനെ ഇവരെല്ലാം കൂടി ഒതുക്കിയത് എന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സിനിമ ഇറക്കിയ വ്യക്തി ശ്രീലങ്കൻ അനുഭവങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു, കോൺഗ്രസ്സുകാരനായിട്ടും പറഞ്ഞു. ഈ രണ്ട് കാരണങ്ങളാണ് സലിംകുമാറിൻ്റെ ശവശരീരത്തിനെ പോലും വെറുതെ വിടാൻ ഇവരെ തോന്നിപ്പിക്കാഞ്ഞത്. മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ മനുഷ്യനെ ഇവർ കൊത്തിക്കീറി.